അനുഭവിച്ചറിഞ്ഞതുമായ ഈശോയെ അറിയിക്കാനായിട്ട് അവർ തിടുക്കത്തിൽ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തിൽ, അത് കുടുംബത്തിലായിക്കോട്ടെ, സമൂഹത്തിൽ ആയിക്കോട്ടെ, സഭയിലായിക്കോട്ടെ, അവിടെയൊക്കെ എന്നെയും നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണോ അത് നിറവേറ്റാനുള്ള ഒരു വലിയ ദൗത്യവും ശക്തിയും വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് ലഭിക്കുന്നു. ആ ഒരു ദൗത്യത്തിലേക്കാണ് നമ്മെ അയക്കുന്നത്. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണപാനീയമായി നൽകിയതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഞങ്ങൾക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്തതിനായി നന്ദി പറയുന്നു. ഈശോയെ, ബോധപൂർവം ഭക്തിപൂർവം അനുദിനം ദിവ്യബലിയിൽ സംബന്ധിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ച് അങ്ങനെ വിശുദ്ധ കുർബാനയിലൂടെ അങ്ങ് നൽകുന്ന എല്ലാ കൃപാവരങ്ങളും സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ നാമത്തിൽ ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. വിശുദ്ധ വചനം ശ്രവിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27-ഉം 28-ഉം തിരുവചനങ്ങൾ. അവൻ ഇത് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോദരങ്ങളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. കാരുണ്യവാനായ ഈശോയെ, അവിടുന്ന് എല്ലാവർക്കും എല്ലാമായി നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ അങ്ങയുടെ വചനം കേട്ട, അങ്ങയുടെ ജീവിതം കണ്ടിട്ട് ഫലത്തെ വൃക്ഷത്തിൽ നിന്ന് മനസ്സിലാക്കിയ സ്ത്രീ പറഞ്ഞ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഉൾക്കയിട്ടിറങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയെപ്പോലെ 100 മേനി വചനത്തിന് ഫലം നൽകുവാൻ കൃപ നൽകണമേ. ഞങ്ങളായിരിക്കുന്ന ജീവിതത്തിൽ വചനമാകുവാനും വചനമേകുവാനും സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും അവിടുന്ന് കൃപ നൽകണമേ. ഈ സമയത്ത് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ വചനം, തിരുവചനം സംപ്രേഷണം ചെയ്യുമ്പോൾ ദൈവമേ, ഈ വചനം ശ്രവിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഓപ്പറേഷന് വിധേയരാകുന്ന രോഗികളെ ആശീർവദിക്കണമേ. യാത്ര ചെയ്യുന്നവരെയും ജോലി ചെയ്യുന്നവരെയും കിടപ്പ് രോഗികളെയും ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും ശാലോം TV-യുടെ എല്ലാ ഗുണകാംക്ഷികളെയും എല്ലാ ഉപകാരികളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഈ വചനം പ്രഘോഷിക്കുന്ന വൈദികനെയും ശ്രവിക്കുന്ന പ്രേക്ഷകരെയും ആശീർവദിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹവാത്സല്യമുള്ളവരെ, വളരെ സ്നേഹപൂർവം ജന്മദിനത്തിൻ്റെയും വിവാഹ വാർഷികത്തിൻ്റെയും ആശംസകളും നന്മകളും നേരുന്നു. ഇന്നത്തെ തിരുവചനം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27-ഉം 28-ഉം വ്യാഖ്യാനിക്കുക. ഇത് വ്യാഖ്യാനിക്കുന്നതിന് മുൻപ് ഒരു പശ്ചാത്തലം ഒരുക്കുന്നത് ഉചിതമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1-12
യേശുവിൻ്റെ മാഗ്ന കാർട്ട എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. മലയിലെ പ്രസംഗം, ഗിരിപ്രഭാഷണം. കർത്താവ് മലമുകളിൽ കയറി ജനങ്ങളെല്ലാവരും അവിടെ നിന്നും ഇരുന്ന് പഠിപ്പിക്കുകയാണ്. ബൈബിളിൽ കർത്താവ് ആധികാരികമായി ഇരുന്നു കൊണ്ടാണ് പ്രബോധനങ്ങൾ നൽകുന്നത്. ഈ പ്രബോധനത്തെ അഷ്ടസൗഭാഗ്യങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇന്ന് വിശുദ്ധ നാട്ടിൽ പോയാൽ ഈ അഷ്ടഭാഗ്യ പഠിപ്പിച്ച സ്ഥലത്ത് മനോഹരമായിട്ടുള്ള വളരെ സിംബോളിക്കായിട്ടുള്ള ഒരു ദേവാലയവും കാണാൻ സാധിക്കും. ആ ദേവാലയത്തിൽ പോയിട്ടുള്ള വൈദികനാണ് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അവിടെ ഈശോ എന്താ പറഞ്ഞത്? ആത്മന ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു, സ്വർഗരാജ്യം അവരുടേതാകുന്നു. രണ്ടാമതായി ഈശോ പറഞ്ഞു, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു, അവിടുന്ന് ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാരാകുന്നു, ഭൂമി കൈവശമാക്കും. നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു, സംതൃപ്തി അടയുമെന്ന് പറഞ്ഞു. കരുണയുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു, അവർക്ക് കാരുണ്യം ലഭിക്കുമെന്ന്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു, അവർ ദൈവത്തെ കാണും. നീതിക്ക് വേണ്ടി പീഡനകൾ അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു, അവർക്കും ദൈവരാജ്യം സ്വായത്തമാക്കാൻ സാധിക്കും. ഇങ്ങനെ ദൈവരാജ്യം സ്വായത്തമാക്കുവാനുള്ള വിവിധ മേഖലകളെ, അഷ്ടമേഖലകളെ കുറിച്ചാണ് ഈശോ പറഞ്ഞത്. അതിനുശേഷമുള്ള സന്ദർഭമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-16. തൻ്റെ ചുറ്റും വന്ന ശ്രോതാക്കളോട് ഈശോ പറഞ്ഞു, അതിനൊരു ചരിത്ര പശ്ചാത്തലവുമുണ്ട്. അവർ നിൽക്കുന്നത് ഉറകെട്ട ഉപ്പിൻ്റെ മുകളിലാണ്, ഉപ്പുകൂനയുടെ മുകളിൽ നിന്നാണ് വചനം ശ്രവിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് എപ്പോഴും കാലോചിതമായി കോണ്ടെക്സ്ച്വലായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. വയലിലെ ലില്ലിപ്പൂക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും വിത്തുവാരി വിതറുന്ന വിതക്കാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും വല കഴുകുന്ന മുക്കുവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും മുന്തിരിത്തോപ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഒക്കെ കർത്താവ് കാലോചിതമായി അനുയോജ്യമായി പ്രഘോഷിക്കുന്ന ഈശോയാണ്. ഇതാ ഈശോ പ്രഘോഷിക്കുമ്പോൾ ജനം ഉപ്പുകൂന, ഉറകെട്ട ഉപ്പുകൂനയുടെ മുകളിൽ ചവിട്ടി മെതിച്ചു നിന്നുകൊണ്ട് ശ്രവിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നിങ്ങളാകുന്ന ഉപ്പ് ഉറകെട്ടുപോയാൽ ചവിട്ടി മെതിക്കപ്പെടാനും മനുഷ്യരാൽ വലിച്ചെറിയപ്പെടാനും മാത്രമേ കൊള്ളുകയുള്ളൂ. അപ്പോൾ ഈശോ പറഞ്ഞത് നമ്മൾ ഉപ്പായി ജീവിക്കണം എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്ന് വെച്ചാൽ ഉപ്പിൻ്റെ കളറിനെ കുറിച്ചാണ് ഈശോയ്ക്ക് പറയാനുള്ളത്. നമ്മൾ പരിപൂർണരാവാൻ വേണ്ടി വിളിക്കപ്പെട്ടതാണ്. നമ്മുടെ ജീവിതം ഒരു പൂർണ്ണതയായിട്ട് മാറണം. ആ പൂർണ്ണതയുടെ 5 മാനങ്ങൾ ഉപ്പിനുണ്ട്. ഉപ്പ് സ്വാദ് നൽകുന്നു, ഉപ്പ് സുഖപ്പെടുത്തുന്നു, ഉപ്പ് കേടുപാടുകൾ കൂടാതെ സൂക്ഷിക്കുന്നു, ഉപ്പ് ശുദ്ധീകരിക്കുന്നു, ഉപ്പ് ദാഹം തീർക്കുന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ഉപ്പായി മാറണമെങ്കിൽ ഉപ്പിൻ്റെ 5 തലങ്ങൾ അവൻ്റെ ജീവിതത്തിനുണ്ടാവണം. വീണ്ടും ഈശോ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ പ്രകാശമാണ്. പ്രകാശം എപ്പോഴും, വിളക്കെപ്പോഴും പീഠത്തിന്മേലാവണം. അതൊരിക്കലും പറയുടെ കീഴിലാവരുത്. അതെപ്പോഴും ഒരു വിളക്കുമരം പോലെ പ്രശോഭിക്കണം. ഈശോ അത് പറയുമ്പോഴും നമുക്കൊക്കെ വിളക്കായി തീരാൻ, വെട്ടമായി തീരാൻ 3 മേഖലകളുണ്ട്. നമ്മുടെ പ്രകാശം അത് നമുക്ക് മിന്നാമിനുങ്ങിനെ പോലെ ആവാം. മിന്നുന്നില്ലേ? മിന്നുന്നുണ്ട്. മിന്നുന്നില്ലേ? മിന്നുന്നില്ല. അങ്ങനെ മിന്നിങ്ങിനെ പോലെയുള്ള പ്രകാശമുണ്ട്. അതിനെ ഗ്ലീമിംഗ് ലൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. രണ്ടാമതായി സ്മൗൾഡറിംഗ് ലൈറ്റ് ആവാം. നമ്മൾ ഗോൾഡ് സ്മിത്ത്, അതായത് സ്വർണ്ണപ്പണിക്കാരനെ കണ്ടിട്ടില്ലേ? അവൻ്റെ ആലയിൽ ആ നിരിപ്പോട് നിറയെ തീയാണ്, പക്ഷെ കാണുന്നുണ്ടോ? ബ്ലോ ചെയ്യണം. അപ്പൊ ഇതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിൽ തീയുണ്ട്, പക്ഷെ പുറത്തേക്ക് വരാത്തൊരവസ്ഥ. അതിനെ സ്മൗൾഡറിംഗ് ലൈറ്റ് എന്ന് പറയും. മറിച്ച് ക്രിസ്ത്യാനികളായ നമ്മൾ, ക്രിസ്തു ശിഷ്യന്മാരായ നമ്മൾ ബേണിംഗ് ലൈറ്റ് ആവണം. പഴയ നിയമത്തിലെ ഏലിയായെ പോലെ കർത്താവിൻ്റെ സ്നേഹത്തിൽ കത്തിജ്വലിക്കുന്ന തീപ്പന്തങ്ങളായിട്ട് നമ്മൾ മാറണം. മാമോദീസ സ്വീകരിക്കുമ്പോൾ എന്താ നമ്മുടെ കയ്യിലേക്ക് തരുന്നത്? കത്തിച്ച തിരി തന്നിട്ട് ഈ ദീപം ഒരിക്കലും പൊലിയാതെ സൂക്ഷിക്കണം എന്ന് പറയുന്ന മാമോദീസയിലെ വാക്കുകളും സ്മർത്തവ്യം. അപ്പോൾ ഈശോ ഉദ്ദേശിച്ചത് ക്രിസ്തു ശിഷ്യൻ ഉപ്പാവണം, ക്രിസ്തു ശിഷ്യൻ പ്രകാശമാവണം. എന്നിട്ട് ഈശോ ഒരു സെന്റൻസ് കൂട്ടിച്ചേർത്തു, അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. ഈ വചനം കേട്ടതുകൊണ്ടാവണം നമ്മളിപ്പോൾ ശ്രവിച്ച
വചനത്തിൽ ആ സ്ത്രീ എഴുന്നേറ്റ് നിൽക്കാൻ കാരണം? ഈശോ പറഞ്ഞ എന്താണ്? അപ്രകാരം അതുപോലെ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് ജനം പറയണം. അപ്പോൾ ഈശോയുടെ ജീവിതം കണ്ടിട്ട്, അവിടുത്തെ ജീവിത ശൈലി കണ്ടിട്ട് ഒരമ്മയ്ക്ക് ഇരിക്കപ്പൊറുതിയില്ല. ഒരമ്മ ചാടി എഴുന്നേറ്റു. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, ഫലത്തെ വൃക്ഷത്തിൽ നിന്ന് തിരിച്ചറിയണം. അപ്പോൾ ഈശോയെ വൃക്ഷത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞ എന്താണ്? നിന്നെ പാലൂട്ടിയ പയോദരവും നിന്നെ വഹിച്ച ഉദരവും ധന്യമാകുന്നു. അപ്പോൾ ഈശോ പറഞ്ഞൊരു വാക്കാണ് നമ്മൾ ബൈബിളിലൂടെ, ചരിത്രത്തിലൂടെ ആഴത്തിൽ ധ്യാനിക്കുവാൻ പോകുന്നത്. യേശു പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. ദൈവവചനം ശ്രവിച്ച് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. അപ്പോൾ ദൈവവചനം ധ്യാനിക്കണം, ജീവിക്കണം, പ്രചരിപ്പിക്കണം. ദൈവവചനം ധ്യാനിക്കണം, ജീവിക്കണം, പ്രചരിപ്പിക്കണം. 3 കാര്യങ്ങളാണ്. അപ്പോൾ യേശുവിൻ്റെ ജീവിതശൈലി അതായിരുന്നു. അപ്പോൾ അവൾ തിരിച്ചറിഞ്ഞത് പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. മറിയമാണ് ദൈവവചനത്തിന് 100 മേനി വിളവ് നൽകിയത്. വചനം വഹിച്ച സക്രാരിയായിരുന്നു മാതാവ്. ഇനി നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആ യേശു പറഞ്ഞ കാര്യങ്ങൾ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. യേശു കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച 7 പ്രാർത്ഥനകളിൽ 1-ാമത്തെ പ്രാർത്ഥന എന്താണ്? പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ആ വചനം കേട്ടിട്ട് കള്ളന് പോലും തിരിച്ചറിവുണ്ടായി, തിരിച്ചു വരവുണ്ടായി. അവന് മനസ്സിലായി, ഈ വചനം കള്ളൻ പറയേണ്ട വചനമല്ല, ഈ കിടക്കുന്നത് കള്ളനല്ല, ഇത് കർത്താവാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാൽവരിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ആരും പ്രാർത്ഥിച്ചിട്ടില്ല. അവൻ അറിയാതെ പ്രാർത്ഥിച്ചുപോയി, കർത്താവേ, അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അതെ, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 54-60 പോവാം. 7 ഡീക്കന്മാര്, അതിലൊരാളാണ് സ്റ്റീഫൻ, എസ്തപ്പാനോസ്. ആ എസ്തപ്പാനോസിനെ ബന്ധിക്കപ്പെട്ടു. ഒടുവില് അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന രംഗമുണ്ട്. അതിന് സാക്ഷിയായി നിന്നതും ആരാണെന്ന് നമുക്കറിയാം. പഴയ പൗലോസ്, സാവൂളിന്റെ പാദാന്തികത്തിലാണ് അവന്റെ അങ്കി പറിച്ച് വച്ചത്. അതിന് സാക്ഷിയായ വ്യക്തി സാവൂളാണ്. അവനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴും അവൻ പ്രാർത്ഥിച്ചത് എന്താണ്? ദൈവമേ, ഇവരോട് ക്ഷമിക്കണമേ, ഈ മക്കളോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. യേശുവിനെ പോലെ ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടവനാണ് വിശുദ്ധ സ്റ്റീഫൻ. അതെ, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. ഇനി നമുക്ക് AD 313 വരെയുള്ള ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു പറഞ്ഞ ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. ഞാൻ നിങ്ങളോട് അപ്രകാരം ഭാഗ്യപ്പെട്ട കുറെ വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഈ വചനം തിരുവചനത്തിലൂടെ യേശു പ്രഘോഷിച്ച, മലയിലെ പ്രസംഗത്തിൽ പ്രഘോഷിച്ച, ഈശോ നമ്മളോട് പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ ചരിത്രത്തിലൂടെ 2013 വരെ സംഭവിച്ചുവെന്ന് പെട്ടെന്ന് ഒന്ന് പങ്കുവയ്ക്കുകയാണ്. 313 വരെ സഭയുടെ ചരിത്രം എന്താ? പഴയ നിയമത്തിൽ ഫറവോന്റെ കരാളഹസ്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കുവാൻ ദൈവം 10 മഹാമാരി അയച്ചതുപോലെ പുതിയ നിയമത്തിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിച്ച 10 ചക്രവർത്തിമാരെ കാണാൻ സാധിക്കും. അതിൽ അവസാനത്തെ കണ്ണിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. അദ്ദേഹം വിജാതീയനായിരുന്നു. ഒരു ദിവസം യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് സത്യദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ദർശനമുണ്ടായി. ആകാശത്തിലൊരു പ്രകാശം, അവിടെ ഒരു കുരിശടയാളം, അതിന് ചുറ്റും എന്തോ എഴുതിയിരിക്കുന്നു. ഈ അടയാളത്തിൽ നീ യുദ്ധത്തിന് പോവാൻ പറഞ്ഞു. അവന്റെ കൊടിക്കീറകളിൽ ഇപ്രകാരം ഉല്ലേഖനം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ യുദ്ധത്തിൽ വിജയിച്ചു. സത്യദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ യുദ്ധത്തിൽ വിജയിച്ചു. അതിന് നന്ദി സൂചകമായി, പ്രതിനന്ദിയായി AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എഡിക്റ്റ് ഓഫ്
മിലാനിലെ വിളംബരം. ആ വിളംബരത്തിലൂടെയാണ് സഭയ്ക്ക് മതസ്വാതന്ത്ര്യം നൽകിയത്. അന്നുവരെയും മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മ ഹെലേന രാജ്ഞി കുരിശ് കണ്ടുപിടിച്ചതോടുകൂടിയാണ് സഭയിൽ പൂർവാധികം വളർച്ചയുണ്ടായത്. ഈ 313 വരെയുള്ള ചരിത്രം എന്താണ്? രക്തസാക്ഷികളുടെ ചരിത്രമാണ്. തെർത്തൂല്യൻ എന്താണ് എഴുതി വെച്ചത്? രക്തസാക്ഷികളുടെ ചുടുരക്തം വീണുകുതിർത്ത മണ്ണിൽ നിന്നാണ് സഭാതരു വളർന്നു പന്തലിച്ചത്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ ബീജമെന്നും തെർത്തൂല്യൻ എഴുതിയ വാക്കുകൾ ശ്രദ്ധേയം. ഇനി നമുക്ക് തുടർന്ന് ബൈബിളിലൂടെ കടന്നു പോകാം, അല്ല കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലൂടെ കടന്നു പോകാം. 1947 ഡിസംബർ 24 ഇറ്റലിയിലെ നെട്ടൂർനോ ഗ്രാമം. പ്രായമായൊരു വിധവ ക്രിസ്തുമസിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പാതിരാത്രി ആരോ കതകിൽ മുട്ടുന്നു. വാതിൽ തുറന്നപ്പോൾ അജാനുബാഹുവായ ഒരു ചെറുപ്പക്കാരൻ, പ്രാകൃതമായ വേഷം, മുഷിഞ്ഞ വസ്ത്രം, നീണ്ട മുടി. അവൻ വാതിൽ തുറന്ന വിധവയുടെ കാലിൽ കെട്ടിവീണ് കരയുകയാണ്. അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കില്ലേ? അവനെ കൈക്ക് പിടിച്ച് ഉയർത്തി ചോദിച്ചു, നീ ആരാ? അമ്മയ്ക്കറിയോ, ഈ മാളിക മുകളിൽ അമ്മയുടെ മകൾ ഗൊരേത്തിയെ കൊന്ന ഘാതകൻ അലക്സാണ്ടറാണ് ഞാൻ. എനിക്ക് ഉറക്കമില്ല, ഞാൻ വലിയ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കില്ലേ? മരിയ ഗൊരേത്തിൻ്റെ അമ്മ അസൂന്ത പറഞ്ഞു, മോനെ നിനക്കറിയോ, നീ 14 ആഞ്ഞു കുത്തിയ എൻ്റെ മകൾ മരിക്കുന്നതിന് മുൻപ് കുമ്പസാരക്കാരനോട് പറഞ്ഞു, അലക്സാണ്ടറോട് പറയണം അവൾ ക്ഷമിച്ചുവെന്ന്. നിന്നോട് ക്ഷമിച്ചിട്ടാണ് അവൾ മരിച്ചത്. ഇത് പറയുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ക്രിസ്തുമസ് ആണ്, നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം. അങ്ങനെ ദേവാലയത്തിലേക്ക് പോയി അവിടെ ചെന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. അവന് വലിയ ക്രിസ്തുമസ് അനുഭവം ഉണ്ടായി. അത് അവന് വലിയൊരു ദൈവവിളിയായി. പിന്നീട് അവൻ മാനസാന്തരപ്പെട്ടു. അവനൊരു ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. അവനെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ഇന്ന് ഇറ്റലിയിൽ ബസിലിക്കയിൽ ചെന്നാൽ അതിലൊരു ഭാഗത്ത് അവൻ്റെ തിരുശേഷിപ്പ് കാണാൻ സാധിക്കും. ഇതാണ് കർത്താവ് പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. അതെ, മരിയ ഗൊരേത്തി ആ വചനം ജീവിച്ചപ്പോൾ, ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ ജീവിച്ചപ്പോൾ, ആ ഘാതകനെ വലിയൊരു ധന്യനായ വ്യക്തിയായിട്ട് ഉയർത്താൻ അവൾക്ക് സാധിച്ചില്ലേ? വീണ്ടും 1947 രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയിൽ ബോംബിട്ടു, നാഗസാക്കിയിലും. ആരാണ്? അമേരിക്കൻ വൈമാനികൻ ക്ലോഡ് ഈദർലി. അവൻ കൽപ്പന പ്രകാരം ചെയ്തതാണ്, അവൻ ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതല്ല. അവൻ ചെയ്യേണ്ടി വന്നു. പിന്നീട് ആ കാഴ്ച കണ്ടിട്ട് അവനൊരു മാനസിക രോഗമുള്ള വ്യക്തിയായിട്ട് മാറി. ഇതറിഞ്ഞ ജപ്പാൻ ജനത എന്താ ചെയ്തത്? കൂട്ടൊപ്പ് ശേഖരിച്ച് തങ്ങളുടെ സ്ഥലമായ ഹിരോഷിമയും നാഗസാക്കിയും നശിപ്പിച്ചവന് ഒരുപാട് ലക്ഷം കൂട്ടൊപ്പ് ശേഖരിച്ച് അവനെ എഴുതുകയാണ്, ഡിയർ ലവിങ് ക്ലോഡ് ഈദർലി, വി ദ പീപ്പിൾ ഓഫ് ജപ്പാൻ റിയലി ലവ് യു. അവൻ ആ കത്ത് കിട്ടിയപ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറി. അതെ, ഇതാണ് സുവിശേഷമാകുക എന്നൊക്കെ പറയുന്നത്. വചനമാകുക, വചനത്തിന് മാംസം കൊടുക്കുക. സ്വന്തം നാട് ചുട്ടുകരിച്ചിട്ട് ഇന്നും അതിൻ്റെ പ്രത്യാഘാതം നേരുമ്പോഴും അയാളോട് ക്ഷമിക്കാൻ സാധിച്ചതാണ് ജീവിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്. ഇനി 1981 മെയ് 13 എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശാലോൺ TV പ്രേക്ഷകര് കേട്ട് തഴമ്പിച്ച സംഭവമാണ്. അതുകൊണ്ട് പരത്തുന്നില്ല, ചുരുക്കി പറയാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചങ്കില് നിറയൊഴിക്കുവാൻ തോക്കിന്റെ തുമ്പ് പിഴക്കാത്ത അക്ക കാത്തിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? മരിയ ഭക്തനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ദൈവം അല്ല പരിശുദ്ധ അമ്മ ഫാത്തിമ മാതാവ് സംരക്ഷിച്ചു. സാധാരണ വലിയ നേതാക്കന്മാരെയൊക്കെ ഷൂട്ട് ചെയ്യുന്ന വ്യക്തികളെ ഓൺ ദ സ്പോട്ടിൽ കൊന്നതാണ് ഇന്നോളമുള്ള ചരിത്രം. എന്നാൽ ഇന്ന് മുഹമ്മദ് അലി അക്ക ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മറന്നു പോവരുത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ കൃപയാണ്. അതേ, കമ്മ്യൂണിസ്റ്റുകാർ പോലും അന്ന് ജയിൽ സന്ദർശിച്ച് അക്കയെ കെട്ടിപ്പുണർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും എഴുതി, പാപിയെ തേടി വന്നവന്റെ പിൻഗാമി. അതെ, യേശു പറഞ്ഞ ജീവിതം ഇതാ ജീവിച്ച ഒരു മാർപ്പാപ്പ. വീണ്ടും നമുക്ക് ഒറീസയിലേക്ക് പോവാം. ഞങ്ങൾക്ക് അവിടെ മിഷൻ സ്റ്റേഷനുണ്ട്. ഞങ്ങളുടെ ആ ദേവാലയത്തിൽ നിന്നും സെമിനാരിയിൽ നിന്നും 50 കിലോമീറ്റർ അകലെയാണ് ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലപ്പെട്ടത്.
1995 ആ വ്യക്തി കൊല്ലപ്പെട്ടു. അമ്പലത്തിൽ ഉത്സവത്തിന് വേണ്ടി പോയതാണ്. ആരോ അദ്ദേഹത്തിന് ജീപ്പിലിട്ട് കുഞ്ഞുങ്ങളോടൊപ്പം ചുട്ടുകരിച്ചു. ശേഷിച്ചത് ഭാര്യയും മകളും മാത്രം, എസ്തറും ഗ്ലാഡിസും. അവർ ഇന്ത്യ ഗവൺമെന്റിനോട് പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് പരാതിയില്ല. 42 വർഷം ഇന്ത്യയിൽ വന്ന് ഈശോയ്ക്ക് വേണ്ടി മിഷൻ സേവനം ചെയ്യാൻ സാധിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ ഇന്നും ഈശോ പറഞ്ഞ ആ വചനത്തിൻ്റെ ജീവിത സാക്ഷ്യം? അത് ജീവിക്കുന്നൊരു സുവിശേഷമല്ലേ? അടുത്ത വർഷം അരുൾദാസ് അച്ഛനും മരിച്ചത് ഞങ്ങളുടെയൊക്കെ ആശ്രമത്തിൽ നിന്ന് ഒട്ടും അകലെയല്ല. അച്ഛൻ തമിഴ്നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് ഭീഷണിയുണ്ട്, പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ അദ്ദേഹം വാങ്ങിച്ചില്ല. ഈശോയ്ക്ക് വേണ്ടി മിഷനിലേക്ക് വന്ന അരുൾദാസ് അച്ഛൻ പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിച്ചില്ല. അദ്ദേഹം ഒടുവിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. വിശുദ്ധ സെബസ്ത്യാനോസിനെ അമ്പെയ്ത് കൊന്നതുപോലെ അരുൾദാസ് അച്ഛനെ അമ്പെയ്താ കൊന്നത്. അങ്ങനെ ഇഞ്ചിഞ്ചായി പിടഞ്ഞു മരിച്ച അരുൾദാസ് അച്ഛൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾക്ക് പരാതിയില്ല, അവൻ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായെന്ന്. അതെ, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട ഷാലോം TV പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് യേശു തുടങ്ങി തുടർന്ന് ചരിത്രത്തിലൂടെ ഇങ്ങനെ ഓരോ ചരിത്ര സംഭവങ്ങൾ, കഥയല്ല, കഴമ്പുള്ള ചരിത്രമാണ് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമുക്ക് റാണി മരിയ സിസ്റ്ററിലേക്ക് പോകാം. റാണി മരിയ സിസ്റ്റർ പാവങ്ങളെ സമുദ്ധരിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു റവറൻഡ് സിസ്റ്ററാണ്. ഒടുവിൽ നമുക്കറിയാം എന്ത് സംഭവിച്ചു. ആ പാവപ്പെട്ട മിഷണറിയെ തന്ത്രപൂർവം ബസ്സിൽ കൊണ്ടുപോയി ഇഞ്ചിഞ്ചായി കൊന്നു. അങ്ങനെ രക്തസാക്ഷിണിയായി മാറി. സാവധാനത്തിൽ എന്തു സംഭവിച്ചു? ആ റെവറൻഡ് സിസ്റ്ററിന്റെ അനുജത്തി സെൽമി പോള് ഒരിക്കൽ തൻ്റെ അപ്പനോടൊപ്പം ഇൻഡോർ ജയിലിൽ ചെന്നു. തൻ്റെ ചേച്ചിയെ കൊന്ന ഘാതകന്റെ കയ്യിൽ റാഖി കെട്ടിക്കൊടുത്തു. എന്താണ് റാഖി കെട്ടിക്കൊടുക്കുക? നോർത്ത് ഇന്ത്യൻ ഒരു കൾച്ചറാണത്. അവിടെയുള്ളൊരു ആചാരമാണ്. ഒരാൾ മറ്റൊരാൾക്ക് ചരട് കെട്ടിക്കൊടുക്കുമ്പോൾ ആ വ്യക്തിയെ സ്വന്തം സഹോദരനായി സഹോദരിയായി സ്വീകരിക്കുന്നു. ആ വ്യക്തി കെട്ടിക്കൊടുത്ത വ്യക്തിയെ സംരക്ഷിക്കണം. അപ്പോൾ ഇൻഡോർ ജയിലിൽ ചെന്ന് തൻ്റെ ചേച്ചിയെ കൊന്ന ഘാതകന് റാഗി കെട്ടിക്കൊടുത്തപ്പോൾ എന്താണ് അവൾ ഉദ്ദേശിച്ചത്? എൻ്റെ ചേച്ചിയെ കൊന്ന നിന്നെ എൻ്റെ ബ്രദറായി സ്വീകരിക്കുന്നു. അതെ, ക്ഷമയുടെ നെല്ലിപ്പലകയാണ്. നമ്മുടെ പത്രങ്ങൾ ഇപ്രകാരം എഴുതി, ഇൻഡോർ ജയിലിലെ പരുപരുത്ത കള്ളന്മാരുടെ ഹൃദയം തുടിച്ചു, ഹൃദയം തേങ്ങിയെന്ന്, കണ്ണീർ വാർത്തുവെന്ന്. അതെ, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. അതിനുശേഷം എന്താ സംഭവിച്ചത്? നിങ്ങളൊക്കെ ഷാലോം TV-യിലൂടെ കണ്ടു കാണും. ജയിലിൽ നിന്നും വിമോചിതനായ സുമന്ത്ര നമ്മുടെ പെരുമ്പാവൂർ അങ്കമാലി പ്രദേശത്തുള്ള റാണി മരിയ സിസ്റ്ററിൻ്റെ വീട്ടിൽ വരികയും ആ അപ്പൻ്റെ അമ്മയുടെയും കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് വിമോചിതനായ ആ വ്യക്തി ഇന്ന് എന്താ ചെയ്യുക? ഒറീസയിലുള്ള സിസ്റ്റേഴ്സും അച്ഛന്മാരും പറഞ്ഞു, ഇന്ന് ആ മനുഷ്യൻ ബൈബിൾ വിറ്റ് നടക്കുകയാണ്. അദ്ദേഹം ഒരു സുവിശേഷ പ്രചാരകനായി മാറി. വീണ്ടും കൊലപാതകത്തിൻ്റെ പരമ്പരയാണല്ലോ നോർത്തിൽ നടക്കുന്നത്. വത്സ ജോൺ, ആ സിസ്റ്ററും ഇവിടെ നിന്ന് പോയി പാവപ്പെട്ടവനിൽ പാവപ്പെട്ടവനായി, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി. ഒടുവിൽ ആ സിസ്റ്ററും കൊല്ലപ്പെട്ടു. ഞാൻ ഇന്നും ഓർക്കുന്നു, കാക്കനാട് സെയിൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിൽ മിഷൻ ധ്യാനം നടത്തുമ്പോൾ ആ അവസരത്തിലാണ് ഈ സഹോദരി കൊല്ലപ്പെട്ടത്. ആ സഹോദരിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ തിരികത്തിച്ച് സിസ്റ്ററിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുകയാണ്. ഞങ്ങളും അവിടെ പ്രാർത്ഥിച്ചത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അവർക്കും പരാതിയില്ല, അവരും തമ്പുരാന് ഏൽപ്പിച്ചു, ഒരു മിഷണറിയായി മരിച്ചു എന്നതിനെ ഓർത്ത് അഭിമാനിക്കുകയാണ്. വീണ്ടും സ്ഥാനത്യാഗം ചെയ്ത നമ്മുടെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ കഴിഞ്ഞ വർഷം
ഡിസംബറിൽ എന്താ ചെയ്തത്? വത്തിക്കാനിലെ പ്രധാന രേഖകൾ മോഷ്ടിച്ച ആ പൗളോ എന്ന് പറയുന്ന മനുഷ്യനെ ജയിൽ സന്ദർശിച്ച് അവന് മാപ്പ് കൊടുത്തു. വാസ്തവത്തിൽ വത്തിക്കാനിലെ രേഖകൾ മോഷ്ടിക്കുക എന്ന് വെച്ചാൽ വലിയ തെറ്റാണ് ചെയ്തത്. എന്നിട്ട് സ്ഥാനത്യാഗം ചെയ്ത നമ്മുടെ മാർപ്പാപ്പ ക്രിസ്തുമസിന് അവന് മാപ്പ് കൊടുത്തു. അതെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് കർത്താവായ യേശു പറഞ്ഞ വചനത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. അതിന് പശ്ചാത്തലമായി നമ്മൾ എടുത്തത് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27-28 വചനങ്ങളാണ്. ജനക്കൂട്ടത്തിൽ നിന്നും ആ സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു, നിന്നെ പാലൂട്ടിയ പയോദരവും നിന്നെ വഹിച്ച ഉദരവും ധന്യമാകുന്നു. അപ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ് ശ്രദ്ധേയം. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. അപ്പോൾ കർത്താവ് ആദ്യം ഹൈലൈറ്റ് ചെയ്തത് പരിശുദ്ധ അമ്മയെയാണ് ഹൈലൈറ്റ് ചെയ്തത്. അതിനോടൊപ്പം നമ്മൾ ക്രൈസ്തവ സഭയിലെ, കത്തോലിക്ക സഭയിലെ നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ വചനം ധ്യാനിക്കണം, ജീവിക്കണം, പ്രചരിപ്പിക്കണം. നമ്മളൊക്കെ സദ്വാർത്തയാവണം, പത്രവാർത്തയാവരുത്. നമ്മളൊക്കെ സുവിശേഷമാവണം, നാട്ടുവിശേഷമാവരുത്. നമ്മളൊക്കെ വചനമാകുകയും വചനമേകുകയും ചെയ്യണം. അതിന് അഷ്ടസൗഭാഗ്യം കഴിഞ്ഞ് ഈശോ പറഞ്ഞ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ വചനം ജീവിച്ചാൽ മതിയാകും. നമ്മളായിരിക്കുന്ന കുടുംബത്തിൽ, കോൺവെന്റിൽ, ആശ്രമത്തിൽ, ഇടവകയിൽ, കുടുംബ യൂണിറ്റുകളിൽ, ഓഫീസുകളിൽ, എവിടെയായിരുന്നാലും നമ്മുടേതായ വിധത്തിൽ സ്വാദ് നൽകണം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്നേഹം കൊണ്ടും സുഖപ്പെടുത്തണം. വഴിതെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി കേടുപാടുകൾ കൂടാതെ സൂക്ഷിക്കണം. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കണം. കർത്താവിനായുള്ള തീവ്രമായ ഉൾക്കടമായ ആഗ്രഹം നമുക്കുണ്ടാവണം. ഇവിടെ വചനം, തിരുവചനത്തിൻ്റെ സന്ദേശം പൂർണ്ണമാകുകയാണ്. അതെ, യേശുവാക്യം സ്മർത്തവ്യം. നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ദൈവവചനം കേട്ട് അത് പാലിക്കുന്ന നമ്മൾ ഭാഗ്യവാന്മാർ. നമുക്ക് പ്രാർത്ഥിക്കാം. കരം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. നന്മ സ്വരൂപനായ ദൈവമേ, ഞങ്ങൾ ഈ നിമിഷത്തിൽ ആസ്പത്രിയിൽ കിടക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്നവരെയും പ്രത്യേകിച്ച് ഓപ്പറേഷന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന രോഗികളെയും ആ ഓപ്പറേഷൻ നടത്തുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും അവിടുന്ന് സ്പർശിക്കുകയും ദൈവമേ, ഈ നിമിഷത്തിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസിനെ വിജയിക്കണമേ. വചനത്തിൻ്റെ ശക്തിയാൽ അകലെയായിരിക്കുന്ന രാജസേവകന്റെ മകനെയും ശതാധിപന്റെ ഭൃത്യനെയും കാനാൻകാരുടെ മകൾക്ക് വിടുതൽ കൊടുത്തതുപോലെ ദൈവമേ, വചനം, തിരുവചനം കേൾക്കുന്ന മക്കളെ ഈ നിമിഷത്തിൽ അവിടുന്ന് സുഖപ്പെടുത്തണമേ. ഈശോയെ, വളരെ പ്രത്യേകമായി അങ്ങ് പറഞ്ഞ വചനം ഞങ്ങൾ ഓർത്തുപോയി. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവമേ, ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായെ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഫ്രാൻസിസ് അസീസിയുടെ നാമം സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ ദൂതനായി വിരാജിക്കുന്ന പാപ്പായിക്ക് ആയുസ്സും ആയുരാരോഗ്യം നൽകണമേ. ഈശോയെ, അഭിഷിക്തരായ കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. വളരെ പ്രത്യേകിച്ച് ചെറിയ ക്ലാസ് തുടങ്ങി ഉയർന്ന ക്ലാസ് വരെ പഠിക്കുന്ന മക്കളെയും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബത്തിലുള്ള എല്ലാവരെയും ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികവുമായ കൃപയാൽ നിറയ്ക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.